ഈ സൺഡേ നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ സൺഡേ ക്ലാസ്സിലായിരുന്നു. അതിൻ്റെ മുന്നത്തെ സൺഡേ ചെന്നപ്പോൾ സെമിനാറിനുള്ള ടോപ്പിക്ക് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും പല പല ടോപ്പിക്കാണെങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്ത് ചെന്നതാണ്. അപ്പോഴത്തേക്ക് ശംഖുവാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് അവിടെ ഇരുന്ന് എന്തൊക്കെയോ കുത്തിക്കുറിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സെമിനാർ അങ്ങ് തുടങ്ങി കുറച്ച് പേരങ്ങ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സാബുചേട്ടനെ കയറ്റി. സാബുചേട്ടനെ കഴിഞ്ഞ വർഷം ഞാൻ കാണിച്ചില്ലല്ലോ, പുള്ളി ലീവായിരുന്നു. മറ്റേ അർത്തുങ്കപ്പള്ളി പെരുന്നാളിൻ്റെ ആ ലീവ് വെച്ചിട്ട് പുള്ളി കുറച്ച് ആർഭാടമായാണോ വന്നതെങ്കിൽ നല്ല സംശയമുണ്ട്. കാരണം കുറേ ഫോട്ടോ ഒക്കെ കണ്ടു. നമ്മളിത്ര ആർഭാടമൊന്നും ആക്കിയില്ല കേട്ടോ. ശംഖുവാണ് എന്താ കുരുകുരു എഴുതിയിട്ട് പിന്നെ ഭയങ്കരമായ ഇംഗ്ലീഷായിരുന്നു. അതും കുറച്ച് ആർഭാടമായോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഭയങ്കരമായ ഇംഗ്ലീഷിലൊക്കെ അങ്ങ് സംസാരിച്ച് ഞാൻ തന്നെ ഓർത്തേ ഇവനെന്താ തള്ളി മറപ്പിക്കുന്നത്. കാരണം എത്ര മറപ്പിക്കാൻ മാത്രമൊന്നുമില്ല തള്ളിയിട്ട്. കാരണം അസസ്മെൻ്റ് ആയിരുന്നു. എങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ പറഞ്ഞു തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞൊക്കെ ഒപ്പിച്ചേട്ടോളാം. അതിനുശേഷം എൻ്റെ ആയിരുന്നു. എൻ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തവരെല്ലാം എണീറ്റ് വന്ന് ചെയ്തോളാം സാറ് പറഞ്ഞു. അപ്പം നമ്മളങ്ങ് തുടങ്ങി. എൻ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിമ്മിൻ്റെ ഹൈജീനെ പറ്റിയായിരുന്നു. അത് പിന്നെ തള്ളിപ്പിടിപ്പിക്കാൻ മാത്രം ഉണ്ടല്ലോ നമുക്ക്. ഞാനിപ്പോൾ ജിമ്മിലൊക്കെ പോകുന്നതുകൊണ്ട് സ്ഥിരമായിട്ട് അവിടെ വന്നെ ക്ലയൻസിനോട് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കുറച്ചുകൂടി പറയാൻ കിട്ടും. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ പുറത്തെ ഷൂ ഇടരുത്, ടർക്കി കൊണ്ടുവരണം, ടവൽ കൊണ്ടുവരണം, ഈ കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ ഇതുങ്ങളെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. വല്ലതും എങ്ങനെ മനസ്സിലായോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എസ് വെച്ച് മൂളുന്നുണ്ടായിരുന്നേ. ഞാനാണെങ്കിൽ അവരോട് ചോദിക്കാനും മറന്നു എടുത്തതൊക്കെ നല്ല രീതിക്കായിരുന്നു എന്ന്. പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ജെയിംസ് ചേട്ടൻ. ടോപ്പിക്ക് എന്തായിരുന്നു, സ്കെൽട്ടനെ പറ്റി എന്തോ ആയിരുന്നു. ഞാൻ എനിക്ക് താഴത്തോട്ട് പോയതുകൊണ്ട് പകുതി എനിക്ക് ക്ലാസ് മിസ്സായി. കാരണം സാർ എൻ്റെ അടുത്ത് പറഞ്ഞ് നമ്മുടെ അസസ്മെൻ്റ് അല്ലല്ലോ, സെമിനാറിൻ്റെ ആ ഒരു പ്രൊജക്റ്റ് നമ്മൾ ഈ ഹാർഡ് കോപ്പി ഉണ്ടല്ലോ, അത് സാറിന് കൊടുക്കണമായിരുന്നു. അത് സ്റ്റാപ്ലർ ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് എനിക്ക് കുറച്ച് മിസ്സായി. പിന്നെ സാബ്രിക്കയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാം എന്നുള്ള രീതിയിൽ പുള്ളി ഇന്ന് ക്ലാസ്സിൽ ഒന്നും പ്രിപ്പയർ ആകാണ്ട വന്നേ. എന്നിട്ട് മിഴിച്ചിരിക്കുന്ന കണ്ടില്ല, എന്തൊക്കെയോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും സാറ് പറഞ്ഞു ശരി നിങ്ങൾ പൊക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം സെറ്റാക്കി. എക്സാം ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞ ആ രീതിയിൽ. കാരണം എക്സാമിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ട് പുള്ളി ഞങ്ങളെ പുറത്ത് വിട്ടു. പക്ഷേ ഉച്ചയായേ. അപ്പോഴത്തേക്കാണ് ഇവനൊരു ഗിഫ്റ്റും കൊണ്ട് ഞാൻ ഇതെന്ത് വേണം, എനിക്ക് ഇവൻ്റെ പേരും കൂടി അറിയില്ല കേട്ടോ. അതാണ് വേറൊരു കോമഡി. ഇവൻ്റെ പേര് അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിച്ചിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവൻ പറഞ്ഞു അത് എനിക്കൊരു ക്രിസ്മസ് ഫ്രണ്ട് എപ്പോഴും വന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിച്ചു. അവിടെ നിന്ന് തന്നെ കിട്ടിയതാണ്. അവനേക്കാൾ വലിയ ടീഷർട്ട്. ഞാൻ ചേട്ടാ നിൻ്റെ 2 പേർക്ക് കയറാമല്ലോ എന്നൊക്കെ പറഞ്ഞ ടീഷർട്ടൊക്കെ കളിയാക്കിയൊക്കെ പറഞ്ഞ് ചിരിച്ച് തുള്ളിച്ചാടി അവിടെ നിന്ന് പോകുന്ന വഴിക്കരുത്. ഇത് കണ്ട് ഈ വെയിലായതുകൊണ്ട് മനുഷ്യൻ്റെ കിളി മാറിയിരിക്കുക. ഉള്ള കാര്യം പറയാമല്ലോ. ഈ നട്ടപ്പുറ വെയിലത്ത് അവർ ആ കപ്പപ്പായൽ വരുന്ന കാണാൻ നിർത്തിയിരിക്കണ വേറെ ഒന്നും കേട്ടോ. ശംഖു പുതിയ ചാനൽ തുടങ്ങി, പറയാൻ മറന്നു ഈ സൂപ്പർ ശംഖു എന്ന് പറഞ്ഞിട്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇത് കാണുന്നവർ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ കാണുന്ന പലരും. പിന്നെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. പിന്നെ ഈ ബിരിയാണി ഇത് നമ്മുടെ ഗാന്ധീസിന്ന് കഴിച്ചാൽ കേട്ടോ. വലിയ ഗുണമൊന്നുമില്ല, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അല്ല മാറോലസൊന്നും പറയാനില്ല കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ വിശന്ന് പൊരിഞ്ഞാണല്ലോ വന്നത്. പിന്നെ ഇത്രയും വെയിലുമുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ കഴിക്കുന്ന ആ ഒരവസ്ഥയായിരുന്നു. 160 രൂപയായിരുന്നു കേട്ടോ ബിരിയാണിക്ക്. അതൊക്കെ പിന്നെ എന്തെങ്കിലും ആട്ടെ, അത് കഴിഞ്ഞു. അപ്പോൾ പിന്നെയാണെന്നുണ്ടെങ്കിൽ ഈ വെയിലിൻ്റെ കാര്യം, വെയിലത്ത് വന്ന മനുഷ്യൻ്റെ തല പുകഞ്ഞിരിക്കുക. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, വീട്ടിലെത്തി സേഫാണ്.